ഹലോ കുട്ടികളെ, കേരള PSCയുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി ക്ലിക്ക് ക്ലാസ്സസ് നടത്തുന്ന ഫ്രീ കോച്ചിങ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ കറന്റ്ലി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും കൃത്യമായി തന്നെ ഡെയിലി വീഡിയോസ് കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നോട്ട്സ് കൃത്യമായിട്ട് വായിക്കാം. ഇൻ കേസ് നിങ്ങൾ നോട്ട്സ് ഇനിയും പർച്ചേസ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, യൂസ്ഫുൾ ആണ് എങ്കിൽ, ഇത് ഫ്രീ കോച്ചിങ് സീരീസ് ആണ്, നമ്മളെ കൂടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് വെച്ചാൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ ആസ് ഐ സെഡ് ബിഫോർ, നമ്മൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. പാരലലി തന്നെ എനിക്ക് തോന്നുന്നു ഫിസിക്സിന്റെ ക്ലാസ്സസും നടക്കുന്നുണ്ട്. അപ്പൊ 2 ക്ലാസ്സസും മുടക്കം കൂടാതെ കാണാം. വീഡിയോ ലെങ്ത് വളരെ കുറവാണ്, പക്ഷെ കണ്ടന്റ് റിച്ച് ആണ്. നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും ജസ്റ്റ് ലൈക്ക് ദാറ്റ് ലീവ് ചെയ്യാനുള്ള കണ്ടന്റ്സ് ഒന്നും തന്നെ ഇതിനകത്ത് പറയുന്നില്ല. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ എത്തിക്സ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ഒരു ആദ്യത്തെ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആസ് യൂഷ്വൽ കഴിഞ്ഞ വീഡിയോന്റെ സമയത്ത് സംഭവിച്ച അതേ കാര്യം ഇവിടെ നടന്നിരിക്കുകയാണ്. വേറൊന്നും അല്ല, ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ്. പവർ കട്ട് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് ടൂൾസ് യൂസ് ചെയ്യുന്നതിന് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ ഇഷ്യൂസ് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ക്ഷമ ചോദിക്കുകയാണ്. പ്ലീസ് കോപ്പ് അപ്പ് വിത്ത് ദിസ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് 6 എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോർ IT എന്നുള്ള കാര്യമാണ്. 6 എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. അതായത് സപ്പോസ് IT-ന്റെ ഗ്രേ ഏരിയാസിൽ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ചില കാര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ എത്തിക്സ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ റൂൾസ് ആക്ച്വലി മെൻഷൻ ചെയ്യുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ റൂളും നോക്കാം. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഗോൾഡൻ റൂൾ. നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഡു unto others as you would have them do to you. എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈവസി യു വുഡിൻ വാണ്ട് ഇൻവേഡഡ്. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു സെന്റൻസ് കാണുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. കുറച്ച് പേർക്കെങ്കിലും ഇത് എന്താണ് എന്ന് ചിലപ്പോഴെങ്കിലും മനസ്സിലായി കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിനെ സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ, മറ്റുള്ളവര് നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ അവരോടും പെരുമാറുക എന്നുള്ളതാണ് IT-യുടെ ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുകയാണ്. വിച്ച് ഇസ് നെയിംഡ് ആസ് ഗോൾഡൻ റൂൾ. ഡു unto others as you would have them to do to you. അതായത് ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ ഇമെയിൽ മറ്റൊരാൾ വായിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാവാനായിട്ട് യാതൊരു ചാൻസും ഇല്ല, അല്ലേ? സിമിലർലി നമ്മുടെ സഹപ്രവർത്തകരുടെ ഇമെയിൽസ് നമ്മളും വായിക്കാതിരിക്കുക. നമ്മുടെ പ്രൈവസി ബ്രേക്ക് ആവുന്നത് നമുക്ക് ഇഷ്ടമല്ല എങ്കിൽ മറ്റൊരാൾക്ക് അതുപോലെ തന്നെയല്ലേ ആയിരിക്കുക. അതുകൊണ്ട് ഒരു യൂസറിന്റെയും പ്രൈവസി ഒരു കാരണവശാലും നമ്മൾ ലംഘിക്കരുത്. അതാണ് ഗോൾഡൻ റൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് 1, കാൻസ് കാറ്റഗറിക്കൽ ഇംപെറേറ്റീവ്. ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഇഫ് നോട്ട് റൈറ്റ് ഫോർ എവ്രി വൺ, നോട്ട് റൈറ്റ് ഫോർ എനി വൺ. ആർക്കും ശരിയല്ല. ഇഫ് നോട്ട് റൈറ്റ് ഫോർ എവ്രി വൺ, നോട്ട് റൈറ്റ് ഫോർ എവ്രി വൺ. അതായത് ലെറ്റ്സ് കണ്ടിന്യൂ റീഡിങ് ദ റിമൈനിങ് പാർട്ട്, വിച്ച് മീൻസ് വുഡ് സോഫ്റ്റ്വെയർ പ്രൈവസി ബി ഓക്കെ ഇഫ് എവ്രി വൺ ഡിഡ് ഇറ്റ്. വേറൊന്നും അല്ല ഇതിനകത്ത് പറയുന്നത്. സപ്പോസ് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഓക്കെ അല്ല എങ്കിൽ അത് ആർക്കും ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം, ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യം എല്ലാവരും ഈ കാര്യം ചെയ്ത കുഴപ്പമുണ്ടോ എന്നുള്ളത് സ്വയം ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ പൈറസി എടുക്കാം. എല്ലാവരും സോഫ്റ്റ്വെയർ പൈറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിന്നെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്കും നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. സോ നമുക്ക് ഈവൻ ഒരൊറ്റ കോപ്പി നിരുപദ്രവകരമാണ് എന്ന് തോന്നിയാൽ പോലും അത് ആക്ച്വലി എൻറ്റയർലി ഒരുപാട് പേരെ ബാധിക്കുന്നുണ്ട്.
സോ ഈ കാൺസ് കാറ്റഗറിക്കൽ ഇമ്പരറ്റീവിനകത്ത് പറയുന്നത് അതാണ്. അതായത് ഒരു പ്രവൃത്തി എല്ലാവർക്കും ശരിയല്ല എങ്കിൽ അത് ആർക്കും ശരിയല്ല, ഒരാൾക്ക് മാത്രമായിട്ട് അത് ശരിയാവാൻ പോകുന്നുമില്ല. ഇനി നെക്സ്റ്റ് റൂളിനകത്ത് എന്താണ് പറയുന്നത്, നെക്സ്റ്റ് പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത് ഡെസ്കാർട്ടീസ് റൂൾ ഓഫ് ചേഞ്ച്. സ്ലിപ്പറി സ്ലോപ്പ് എന്നും അതിനെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സ്ലിപ്പറി സ്ലോപ്പ് ഓർ ഡെസ്കാർട്ടീസ് റൂൾ ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കാൻ ബി ഡൺ റിപ്പീറ്റഡ്ലി, ഡോണ്ട് ഡു ഇറ്റ് വൺസ്. അതായത് ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണെന്ന് വിചാരിക്കുക, അത് ഒരിക്കൽ പോലും ചെയ്യരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ. ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ യൂസ്ഡ് ഇൻ പബ്ലിക് പോളിസി. അതായത് മാക്സിമം ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ അത് നമ്മൾ ഫോളോ ചെയ്യണം. യൂഷ്വലി സർക്കാരിൻ്റെ പബ്ലിക് പോളിസീസ് എല്ലാം യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് പിന്നെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു കാര്യം അതായിരിക്കും സർക്കാർ എപ്പോഴും ചെയ്യുന്നത്. മേ ബി സമൂഹത്തിലെ എല്ലാവർക്കും അത് ഈക്വലി ആപ്ലിക്കബിൾ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ മാക്സിമം എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന കാര്യമായിരിക്കും എല്ലാ ഗവൺമെന്റുകളും എല്ലായ്പ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അതാണ് ഈ പറയുന്ന യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ് തന്നിരിക്കുന്നത്, റിസ്ക് അവേർഷൻ പ്രിൻസിപ്പിൾ. ഇതിനകത്ത് എന്താ തന്നിരിക്കുന്നത്, ടേക്ക് ദ ആക്ഷൻ ദാറ്റ് പ്രൊഡ്യൂസസ് ദ ലീസ്റ്റ് ഹാം ഓർ പൊട്ടൻഷ്യൽ കോസ്റ്റ്. മൊത്തത്തിൽ കുറഞ്ഞ പ്രയോജനമേ കിട്ടുമെങ്കിലും ഏറ്റവും കുറഞ്ഞ ദോഷമുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പൊട്ടൻഷ്യൽ കോസ്റ്റോ ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഹോസ്പിറ്റലിന് ഒരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യണം. അതിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അവർക്ക് പർച്ചേസ് ചെയ്യണം. അവർക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു വില കുറഞ്ഞിട്ടുള്ള, അധികം ഒന്നും ടെസ്റ്റ് ചെയ്യപ്പെടാത്തതായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഒരു സൈഡിൽ. മറ്റേ സൈഡിൽ നല്ല വില കൂടിയിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. സോ പക്ഷെ ലാഭം നോക്കിയിട്ട് ഈ കോസ്റ്റ് കുറഞ്ഞ, ടെസ്റ്റിംഗ് ഒന്നും ചെയ്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ എത്തിക്കലി അത് റോങ് ആണ്. ഈ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ സോഫ്റ്റ്വെയറിന്റെ കുറവ് കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യജീവനാണ്. സോ എല്ലായ്പ്പോഴും ടേക്ക് ദ ആക്ഷൻ ദാറ്റ് പ്രൊഡ്യൂസസ് ദ ലീസ്റ്റ് ഹാം ഓർ പൊട്ടൻഷ്യൽ കോസ്റ്റ്. അതാണ് റിസ്ക് അവേർഷനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദർ ഈസ് നോ ഫ്രീ ലഞ്ച്. അതായത് assume all objects, it could be tangible or intangible and are owned. അതായത് എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് ടാഞ്ചിബിളോ അതായത് കാണാവുന്നതും കാണാനാവാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു ഓണർ ഉണ്ടായിരിക്കും. മൂല്യമുള്ളതായിട്ട് എന്തെങ്കിലും നിലവിലുണ്ട് എങ്കിൽ അതൊരു ഫോട്ടോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരാൾ കമ്പോസ് ചെയ്ത പാട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്യൂ ലൈൻസ് ഓഫ് പ്രോഗ്രാമിംഗ് കോഡ് ആയിക്കോട്ടെ, അതൊക്കെ ഏതെങ്കിലും ഒരാളുടെ സൃഷ്ടിയാണ്, അല്ലെ? ആരുടെയോ ഒക്കെ ഉടമസ്ഥതയിലുള്ളതാണ്. ഈ ആക്ച്വലി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ ബേസിക് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള MP3 വീഡിയോസ് എന്ന് പറയുന്നത് ദാറ്റ് വാസ് നെവർ ഫ്രീ. അത് ആക്ച്വലി ഫ്രീ ആയിരുന്നില്ല. സംഹൗ വി ഗോട്ട് ഇറ്റ് ഫ്രീ. അതിന്റെ ഓണറിന് നമ്മൾ പൈസയും കൊടുക്കാതെയാണ് അത് കൈക്കലാക്കിയിരിക്കുന്നത്. സോ അതാണ് നോ ഫ്രീ ലഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, hope these 6 ethical principles for IT is clear for you. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഇതിനകത്ത് നമ്മൾ ഒരുപാട് തല പുകയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസിന്റെ പേരുകൾ ഓർത്തു വെക്കുക. അത് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതല്ലേ നമ്മൾ ഈ വീഡിയോയ്ക്ക് അകത്ത് ഇതുവരെ പറഞ്ഞത്.
അതും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ ഇൻ കേസ് നമുക്ക് അതിന്റെ മീനിങ് തന്ന ഏതാണ് റൂള് അല്ലെങ്കിൽ ഏതാണ് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ പറയാൻ കിട്ടണം. പ്രിൻസിപ്പിൾ തന്ന് അതിന്റെ കറസ്പോണ്ടിങ് മീനിങ് എന്താണെന്ന് ചോദിച്ചിട്ട് വെച്ചാലും പറയാൻ കിട്ടണം. അത്രയേ ഉള്ളൂ ലോജിക് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, നിങ്ങളിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കാണുമ്പോൾ വിചാരിക്കും കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഇത് ഗംഭീരമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പോർഷൻ ആണ് എന്നുള്ളത്. അവരും ഇതിനകത്തുള്ള പല ടെർമിനോളജീസും ഇപ്പോഴായിരിക്കും കേൾക്കുന്ന പോലും ഉണ്ടായിരിക്കാം കേട്ടോ. സോ ഐ ഫീൽ ലൈക്ക് എവറിത്തിങ് ഈസ് സെയിം ഓർ ഈക്വൽ ടു എവ്രി വൺ അക്കോർഡിംഗ് ടു ദിസ് പോർഷൻ ഓഫ് ദ സിലബസ്. നൗ വളരെ കുറച്ച് കാര്യങ്ങൾക്ക് അവർക്കും ഫെമിലിയർ ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും. അത് ഞാൻ ഇല്ല എന്ന് പറയുന്നുമില്ല കേട്ടോ. എനിവേ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഇസ് പ്രൈവസി ത്രെഡ്സ് ഇൻ ദ ഡിജിറ്റൽ ഏജ്. ഡിജിറ്റൽ ഏജിലെ കുറച്ച് പ്രൈവസി ത്രെഡ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ചെക്ക് വൺ ബൈ വൺ. ഈ ടെർമിനോളജീസ് പഠിച്ചു വെക്കണേ. ചിലപ്പോൾ ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആയി തന്നിട്ട് ഇതിനകത്ത് പ്രൈവസി ത്രെട്ട് ആയിട്ടുള്ളത് ഏതാണ്, ഇതിനകത്ത് പ്രൈവസി ത്രെട്ട് അല്ലാത്തത് ഏതാണ് എന്നൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ടെർമിനോളജീസ് എല്ലാം തന്നെ നോക്കി വെക്കാം. നേരത്തെ ഈ ഒരു പോർഷനിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ട് അതിനകത്ത് സൈബർ അറ്റാക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സൈബർ അറ്റാക്ക് എന്നല്ല, ആക്ച്വലി പ്രൈവസി ത്രെഡ്സ് എന്നാണ് ടെർമിനോളജി നമ്മൾ ഇവിടെ പഠിക്കുന്നത്. സോ സിമിലർലി ആ ഒരു ചോദ്യ പേപ്പറിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്ക് എന്ന് ചോദിച്ചതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈവസി ത്രെട്ട് എന്ന് പറഞ്ഞിട്ട് ചോദ്യം വന്നേക്കാം. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈവസി ത്രെട്ട് എന്ന് പറഞ്ഞിട്ട് ചോദ്യം വന്നേക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ചോദ്യത്തിൽ നേരത്തെ ഒരു ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്ന ആ ഒരു ചോദ്യം, അതായത് ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്ക് ഏതാണെന്നും ചോദിച്ചിട്ട് പിന്നെ ഓപ്ഷൻസ് 3 തന്ന ഓൾ ഓഫ് ദ എബവ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഓർമ്മ അനുസരിച്ച് ഓൾ ഓഫ് ദ എബവ് ആൻസർ വരത്തക്ക രീതിയിലായിരുന്നു എന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. എനിവേ, വി വിൽ ഡിസ്കസ് ദാറ്റ് ലേറ്റർ. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇതിൽ ഓരോ പ്രൈവസി ത്രെട്ട് കൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഫസ്റ്റ് വൺ, കുക്കീസ്. കുക്കീസ് നമ്മുടെ ബ്രൗസറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന കുറച്ച് യൂസർ ഡേറ്റയാണ്. യൂസറിന്റെ വെബ്സൈറ്റ് പ്രിഫറൻസസും മറ്റു കാര്യങ്ങളൊക്കെയാണ് കുക്കീസിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. ആക്ച്വലി നമ്മുടെ കൺസെന്റോട് കൂടി തന്നെ ആയിരിക്കും ഈ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊരു പ്രൈവസി ത്രെട്ട് ആവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ കുക്കീസിന് വേണമെങ്കിൽ ഇറ്റ് ക്യാൻ ട്രാക്ക് ബ്രൗസിംഗ് ബിഹേവിയർ അക്രോസ് വെബ്സൈറ്റ്സ്. നമ്മുടെ ബ്രൗസിംഗ് ബിഹേവിയർ ട്രാക്ക് ചെയ്യാനായിട്ട് കുക്കീസിന് സാധിക്കും. ദാറ്റ് ഈസ് ഹൗ എ ത്രെട്ട് അറൈസസ് ഹിയർ by using cookies. Okay, then next വരുന്നത് ഡേറ്റ ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഡേറ്റ ബ്രോക്കേഴ്സ് ചെയ്യുന്നത് they collect and sell personal data profiles. പേഴ്സണൽ ഡേറ്റ പ്രൊഫൈൽസ് കളക്ട് ചെയ്ത് അത് സെല്ല് ചെയ്യുന്ന ഡേറ്റ ബ്രോക്കേഴ്സ് ആണ്. they are also a privacy threat in the digital age. Then there is phishing. phishing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസെപ്റ്റീവ് മെസ്സേജസ് ടു സ്റ്റീൽ ക്രെഡൻഷ്യൽസ്. നമ്മുടെ ക്രെഡൻഷ്യൽസ് സ്റ്റീൽ ചെയ്യുന്ന ഡിസെപ്റ്റീവ് മെസ്സേജസിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇമെയിൽസ് വഴിയൊക്കെ നമുക്ക് ഫിഷിംഗ് മെസ്സേജസ് വരാറുണ്ട്. അൺനോൺ ലിങ്ക്സിലൊന്നും നമ്മൾ ക്ലിക്ക് ചെയ്യരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബിക്കോസ് ദേ ആർ ഫിഷിംഗ് മെസ്സേജസ്, ആക്ച്വലി ഡിസെപ്റ്റീവ് മെസ്സേജസ്. വാട്ട് ദേ ഡു, ദേ ആർ ആക്ച്വലി ഫിഷിംഗ്. നമ്മുടെ ക്രെഡൻഷ്യൽസ് സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ഒരു ചൂണ്ടയിട്ട് തരുവാണ് ആക്ച്വലി ചെയ്യുന്നത് ആ മെസ്സേജ്. Then there is location tracking. സ്മാർട്ട് ഫോൺസിനകത്ത് നമ്മൾ ലൊക്കേഷൻ ഡേറ്റ GPS വഴി ഷെയർ ചെയ്യുന്ന അത് പ്രൈവസി ത്രെട്ട് ആണ്. നമ്മൾ ലൊക്കേഷൻ ഓൾവേസ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ബിഗ് ഡേറ്റ അനലിറ്റിക്സ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ സോഴ്സസ് നമ്മൾ മെർജ് ചെയ്തിട്ട് ബിഗ് ഡേറ്റ അനലിറ്റിക്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഡേറ്റ മെർജ് ചെയ്ത് ഇൻഡിവിജ്വൽസിനെ പ്രൊഫൈല് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് വൺ ഓഫ് ദി another one of the privacy threat.
Then there are web bugs or beacons. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വെബ് ബഗ്സ് ഓർ ബീക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇമെയിൽസിൽ അല്ലെങ്കിൽ വെബ് പേജസിൽ കാണുന്ന 1 by 1 പിക്സൽ ട്രാക്കേഴ്സിനെയാണ് വെബ് ബഗ്സ് അല്ലെങ്കിൽ ബീക്കൺസ് എന്ന് പറയുന്നത്. ഇനി സ്പൈവെയർ എന്ന് പറയുന്ന പ്രൈവസി ത്രെറ്റ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? കവേർട്ട്ലി കളക്ട്സ് ഇൻഫർമേഷൻ വിത്തൗട്ട് കൺസെന്റ്. നമ്മുടെ കൺസെന്റ് ഇല്ലാതെ തന്നെ പാത്തും പതുങ്ങിയും നമ്മുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന പിന്നെ ചെറിയ പ്രോഗ്രാമുകളാണ് സ്പൈവെയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് സോഷ്യൽ മീഡിയ മൈനിങ്. നമ്മുടെ പോസ്റ്റുകൾ, നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, നമ്മൾ കൊടുക്കുന്ന ലൈക്കുകൾ, നമുക്ക് കിട്ടുന്ന ലൈക്കുകൾ, അതുപോലെ നമ്മുടെ കണക്ഷൻസ്, അതൊക്കെ തന്നെയും ഒരു ഇൻഡിവിജ്വൽ പ്രൊഫൈലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് വാട്ട് മെൻ ബൈ സോഷ്യൽ മീഡിയ മൈനിങ്. ദെൻ ദർ ഈസ് ഫേഷ്യൽ റെക്കഗ്നിഷൻ. ഫേഷ്യൽ റെക്കഗ്നിഷൻ, ഇപ്പം എല്ലാം ഫേഷ്യൽ റെക്കഗ്നിഷനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് മൊബൈൽ ഫോൺ, നമ്മുടെ സ്മാർട്ട് ഫോണൊക്കെ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ ആവും. ബാങ്കിങ് ആപ്സിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ ഫേഷ്യൽ റെക്കഗ്നിഷൻ ആവും. ഒരുപാട് ആപ്പുകൾ ഫേഷ്യൽ റെക്കഗ്നിഷൻ എനേബിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വലി വിതൗട്ട് കൺസെന്റ് ആളുകളുടെ ഇമേജസ് CCTV എന്നുള്ള ഫൂട്ടേജ് ഒക്കെ വഴി നമുക്ക് നമ്മുടെ ഫേസ് ഐഡന്റിഫൈ ചെയ്യത്തക്ക രീതിയിലുള്ള ടെക്നോളജീസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രൈവസി ത്രെറ്റ് ആക്ച്വലി. ദെൻ ദർ ആർ ഡേറ്റ ബ്രീച്ചസ്. അതായത് പേഴ്സണൽ ഡേറ്റ സോഴ്സിലോട്ട് ഉള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിനെയാണ് നമ്മൾ ഡേറ്റ ബ്രീച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾ ദീസ് ആർ ദ പ്രൈവസി ത്രെറ്റ്സ് ഇൻ ദ ഡിജിറ്റൽ ഏജ്. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലെ. ഒരുവിധം എല്ലാം തന്നെയും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പിന്നെ ടെർമിനോളജീസ് തന്നെയാണ് അല്ലെ. ഇനി ഒരു ടോപ്പിക് കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. പ്രൈവസി റൈറ്റ്സ് ആൻഡ് ലോസ്. പ്രൈവസി റൈറ്റ്സ് ആൻഡ് ലോസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടെർമിനോളജീസും കൂടെ ഫെമിലിയർ ആവണം. ഇതിനകത്ത് ആക്ച്വലി റൈറ്റ്സും ലോസും പഠിക്കുന്ന സമയത്ത് റൈറ്റ്സിൻ്റെയും ലോസിൻ്റെയും പേരും ഫുൾ ഫോമുകളും അങ്ങനെയുള്ള കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സോ അതിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനോളജിയാണ് PII. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ് PII എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സണലി ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പേര്, ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ബയോമെട്രിക്സ്, ഇതൊക്കെ തന്നെയും ഒരു ഇൻഡിവിജ്വലിനെ പേഴ്സണലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഇൻഫർമേഷൻ ആണ്. ഇത്തരത്തിലുള്ള ഇൻഫർമേഷനെ നമ്മൾ IT ടേംസിൽ PIIs എന്നാണ് പറയുന്നത്, പേഴ്സണലി ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി നെക്സ്റ്റ് ഒരു ഇത് പഠിക്കാനുള്ളത് റൈറ്റ് ടു ബി ഫോർഗോട്ടൻ. റൈറ്റ് ടു ബി, പ്രൈവസി റൈറ്റ്സും ലോസും ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റ് ടു ബി forgotten. According to European Union GDPR. GDPR stands for General Data Protection Regulation. EU stands for European Union. യൂറോപ്യൻ യൂണിയൻ ആണ് GDPR ഫോം ചെയ്തിട്ടുള്ളത്. അവിടെയാണ് ആക്ച്വലി ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നത്, GDPR ആക്റ്റീവായിട്ട് വരുന്നത് കേട്ടോ. എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ. ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ. ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഒരു റൈറ്റ് ആണ് ഈ യൂറോപ്യൻ യൂണിയന്റെ ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ പ്രകാരമുള്ള ഒരു റൈറ്റ് ആണ് റൈറ്റ് ടു ബി ഫോർഗോട്ടൺ. ഫോർഗോട്ടൺ, മറക്കപ്പെടാനുള്ള റൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് തൻ്റെ പേഴ്സണൽ ഡേറ്റ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥാപനത്തോട് ആവശ്യപ്പെടാനായിട്ട് സാധിക്കും. അതാണ് ഇതിനർത്ഥം. ഫോർ എക്സാമ്പിൾ, നമുക്ക് കുറച്ച് ബോറായിട്ടുള്ള ഒരു ഫോട്ടോ കിടക്കുന്നുണ്ട്, ഒരു പഴയ പോസ്റ്റ് കിടക്കുന്നുണ്ട്, അതൊക്കെ സെർച്ച് റിസൾട്ടിൽ വരാതിരിക്കാൻ വേണമെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു വെബ്സൈറ്റിനകത്ത് എങ്കിൽ, നമ്മുടെയാണ് ആ ഫോട്ടോ എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അടുത്ത് ആവശ്യപ്പെടാം ഇത് ഡിലീറ്റ് ചെയ്യാനായിട്ട്. അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻഡിവിജ്വൽസ് ക്യാൻ റിക്വസ്റ്റ് ഡിലീഷൻ ഓഫ് ദെയർ ഡേറ്റ. ദാറ്റ് ഈസ് വാട്ട് മെന്റ് ബൈ റൈറ്റ് ടു ബി ഫോർഗോട്ടൺ.
ഇനി നെക്സ്റ്റ് ഒപ്റ്റിൻ വേഴ്സസ് ഓപ്റ്റ് ഔട്ട്. ഒപ്റ്റിൻ വേഴ്സസ് ഓപ്റ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ കൺസെന്റിന്റെ രണ്ട് മോഡൽസ് ആണ് ഒപ്റ്റിനും ഓപ്റ്റ് ഔട്ടും. ഒപ്റ്റിൻ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ഇൻക്ലൂഡഡ് അല്ല. നമ്മൾ സ്വയം മുന്നോട്ട് വന്നിട്ട് യെസ് പറയണം, ആക്സെപ്റ്റ് ചെയ്യണം. ആക്ച്വലി പ്രൈവസിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഓപ്റ്റിൻ ആണ്. ഓപ്റ്റ് ഔട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആഡഡ് ആവുകയാണ്. നമുക്ക് വേണ്ടാന്ന് പറയണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ടേക്ക് സ്റ്റെപ്സ് ഫോർ ദാറ്റ്. ഈ ഓപ്റ്റ് ഔട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി എന്താ പറയാ, കുറച്ചും കൂടെ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മോഡലാണ് ഓപ്റ്റ് ഔട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയാ, യൂഷ്വലി ഓപ്റ്റിൻ ആണ് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളത്. അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓപ്റ്റിൻ എന്ന് പറയുമ്പോൾ മസ്റ്റ് ആക്റ്റീവ്ലി കൺസെന്റ്, ദിസ് ഇസ് ബെറ്റർ, ആൻഡ് ഇൻ കേസ് ഓഫ് ഓപ്റ്റ് ഔട്ട് ഓട്ടോ എൻറോൾ ആണ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. നെക്സ്റ്റ് വൺ, പ്രൈവസി ബൈ ഡിസൈൻ. ഒരു സിസ്റ്റം നിർമ്മിച്ചു കഴിഞ്ഞിട്ട് വെച്ചാല് പിന്നീട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് മോഡിഫൈ ചെയ്തു വരുന്നതിന് പകരം തന്നെ ഡിസൈനിന്റെ തുടക്കത്തിൽ തന്നെ പ്രൈവസി പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രൈവസി ബൈ ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു ആപ്പ് നമ്മുടെ ഡെബിറ്റ് കാർഡ് നമ്പറോ അങ്ങനെയുള്ള എന്തെങ്കിലും കാർഡ് നമ്പേഴ്സോ അതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ആപ്പ് നമ്മുടെ കാർഡ് നമ്പറിന്റെ അവസാനത്തെ 4 അക്കങ്ങൾ മാത്രമേ ആപ്പിനകത്ത് സ്റ്റോർ ചെയ്യൂ എന്നുള്ളത് ഡിസൈനിന്റെ സ്റ്റേജിൽ തന്നെ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് ദാറ്റ്സ് പ്രൈവസി ബൈ ഡിസൈൻ. ഓക്കെ, എന്താ ചെയ്തിരിക്കുന്നത്? ബിൽഡ് പ്രൈവസി ഇൻ ടു സിസ്റ്റംസ് ഫ്രം ദ സ്റ്റാർട്ട്, നോട്ട് ആസ് ആൻ ആഫ്റ്റർ തോട്ട്. ലേറ്റർ അല്ല ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് DPDP ആക്ട് 2023. DPDP ആക്ട് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട്, ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ആക്ച്വലി കംപ്ലീറ്റ്ലി അങ്ങ് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. DPDP എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ എന്തായിരുന്നു, ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട്, ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. ഇയർ ചോദിക്കുകയാണെങ്കിൽ 2023 എഴുതിയേക്കണേ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് DPDP ആക്ട് എന്ന് പറയുന്നത്. PII പ്രോസസ്സിംഗ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ആക്ച്വലി ചെയ്യുന്നത്. അതായത് ഇന്ത്യക്കാരുടെ പേഴ്സണൽ ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യാം, എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്നുള്ളതും കൺട്രോൾ ചെയ്യുന്നത് DPDP ആക്ട് ആയിരിക്കും. പിന്നെ GDPR നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ 2018 യൂറോപ്യൻ യൂണിയൻ നിയമമാണ് GDPR എന്ന് പറയുന്നത്. ഇതിനെയാണ് ലോകത്തിലെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ആയിട്ട് കണക്കാക്കുന്നത്. ഈ യൂറോപ്യൻസിന്റെ യൂറോപ്യൻ യൂസേഴ്സിന്റെ ഡേറ്റ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ കമ്പനീസിനും ഈ പറയുന്ന GDPR ബാധകമാണ്. മീൻവൈൽ ഇന്ത്യയുടെ ഇന്ത്യൻ യൂസേഴ്സിന്റെ പേഴ്സണൽ ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യുക, പ്രോസസ് ചെയ്യുക, അത് റെഗുലേറ്റ് ചെയ്യുന്നത് ആക്ച്വലി DPDP ആക്ട് ആണ്. സോ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് കൺസെന്റ് നിർബന്ധമാക്കുക, അതുപോലെ എന്തെങ്കിലും മിസ്യൂസ് വരുവാണെങ്കിൽ അതിനുള്ള ഫൈൻ ഈടാക്കുക, അതൊക്കെയാണ് DPDP ആക്ടിനകത്ത് പറയുന്നത്. ഓക്കെ, ദെൻ GDPR പറഞ്ഞു, ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ളത് പറഞ്ഞു. ദെൻ ഫ്രീ സ്പീച്ച് ഓൺലൈൻ, റൈറ്റ് ടു എക്സ്പ്രസ് വിത്തൗട്ട് എ സെൻസർഷിപ്പ്, ബാലൻസ്ഡ് അഗെയിൻസ്റ്റ് ഹാം ലോസ്. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ സെൻസർഷിപ്പ് ഇല്ലാതെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഓരോ രാജ്യവും എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ഒരു വയലൻസിന് പ്രേരിപ്പിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിനെ എന്തായാലും കൺട്രോൾ ചെയ്യും. അവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഓൺലൈൻ ഉണ്ട് എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. സോ എവിടെയാണ് അതിനൊരു ബൗണ്ടറി ഉണ്ട്.
ബൗണ്ടറി ആക്ച്വലി വേണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് എവിടെ വരെ ആവാം അത് ഡിസൈഡ് ചെയ്യേണ്ടത് ഗവൺമെന്റും കോടതിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ തന്നെയാണ്. ഓക്കെ, സോ ദർ ഈസ് ഫ്രീ സ്പീച്ച് ഓൺലൈൻ, means freedom of speech online. Okay, so these are all the important privacy rights and laws. Hope this is clear for you. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിരിക്കും. കോപ്പിറൈറ്റും പേറ്റന്റും ട്രേഡ് മാർക്കും ട്രേഡ് സീക്രട്ടും ഒക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം കുറച്ച് ടെർമിനോളജീസ് ആണ് നമ്മൾ ബാക്ക് ടു ബാക്ക് പഠിക്കുന്നത്. അപ്പം അങ്ങ് ഓവർലോഡായിട്ട് അങ്ങ് കോൺസെപ്റ്റുകൾ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നത്. പക്ഷെ നമ്മൾ തീരും, കണ്ടൻസ് തീരും കേട്ടോ, സമയത്തിന് തന്നെ തീരും. പക്ഷെ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് കണ്ടൻസ് പഠിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ചെയ്യുക. നമ്മൾ മോക്ക് ടെസ്റ്റ് ഏകദേശം വിത്തിൻ 2 more ഡേയ്സിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓൾറെഡി ആയിട്ടുണ്ട്, നമ്മുടെ ക്ലിക്കിൻ്റെ ചാനലിനകത്ത് വെബ്സൈറ്റിനകത്ത് ഓൾറെഡി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വേണ്ട കുട്ടികൾക്ക് പോയി എൻറോൾ ചെയ്യാവുന്നതാണ് കേട്ടോ. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓൾറെഡി. അതിനകത്ത് കറൻ്റ്ലി ജസ്റ്റ് ഒന്ന് ഞാൻ ചെക്ക് ചെയ്തോട്ടെ. നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഇപ്പോൾ ആയിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റത്തെ സബ്ജക്റ്റ് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏത് ഈ പറയുന്ന ജസ്റ്റ് സെക്കൻഡ്, ഗിവ് മീ എ സെക്കൻഡ്. ഫസ്റ്റത്തെ ഇലക്ട്രോണിക് give me a second, okay. ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 80 ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ സെക്ഷനിലും 20 ക്വസ്റ്റ്യൻ വീതം, അങ്ങനെ 4 സെക്ഷൻസ് ആണല്ലോ ഫസ്റ്റ് പാർട്ടിൽ നമുക്കുള്ളത്. ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് ഓൾറെഡി 80 ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് എനിക്ക് തോന്നുന്നു അഗൈൻ 80 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ 2 സെക്ഷനായിട്ടാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വരുന്നത്. രണ്ട് സെക്ഷൻസും വീതം 40 ക്വസ്റ്റ്യൻസ് വീതം നിങ്ങൾക്ക് ഉണ്ട്. ഫിസിക്സ് ഓരോ മൊഡ്യൂളിൽ നിന്നും മോർ ദാൻ 15 ക്വസ്റ്റ്യൻസ് വീതമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. യു ക്യാൻ ചെക്ക് ഇറ്റ് ദർ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ടൈമർ വെച്ചിട്ടുള്ള നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ആഡ് ചെയ്തിട്ടുള്ള എക്സാക്ട് മോക്ക് ടെസ്റ്റ് ആണ്. നമുക്കറിയാം PSC ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഏകദേശം 54 സെക്കൻഡുകളാണ് നമുക്ക് ലഭിക്കുന്നത്. സോ ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ മോക്ക് ടെസ്റ്റും നമ്മൾ എനേബിൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇഫ് യു വാണ്ട് ടു പ്രാക്ടീസ് ഫ്രം ടുഡേ ഇറ്റ് സെൽഫ് യു ക്യാൻ എൻറോൾ ഇറ്റ് ഇൻ യൂസിങ് ദ ലിങ്ക് ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കൂ കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കമന്റ് സെക്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. Signing off, your study partner. Click, stay focused on what really matters to you.